Welcome back, my dear students, to our English online class. Previous day we discussed some textual questions of the topic, the last leaf. Today we can discuss its remaining portions. Okay, let us start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ ലാസ്റ്റ് ലീഫ് എന്നുള്ള പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let us start. നമുക്ക് തുടങ്ങാം. Activity 3. A. Read the sentence from the story, The Last Leaf. She was looking out of the window and counting backwards. The sentence can be divided into two simple sentences as below. The Last Leaf എന്നുള്ള പാഠഭാഗത്തിലെ ഒരു സെൻറ്റൻസ് ആണ് ഷീ വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് കൗണ്ടിങ് ബാക്ക്വേർഡ്സ് എന്നുള്ളത്. ആ സെൻറ്റൻസിനെ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളായിട്ട് താഴെ തിരിച്ചിട്ടുണ്ട്. ഷീ വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ, രണ്ടാമത് ഷീ വാസ് കൗണ്ടിങ് ബാക്ക്വേർഡ്സ്. ഇതാണ് രണ്ട് സെൻറ്റൻസുകൾ. ഹിയർ ആൻഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സിമ്പിൾ സെൻറ്റൻസസ്. ഇവിടെ ആൻഡ് രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ബി. സ്റ്റഡി ദ യൂസ് ഓഫ് ആൻഡ് ബട്ട് ആൻഡ് ഓർ ഇൻ ദ സെൻറ്റൻസസ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ആൻഡിൻ്റെയും ബട്ട് അതുപോലെ ഓർ ഇവയുടെയൊക്കെ ഉപയോഗം എന്താണെന്നുള്ളത് കണ്ടെത്തുക. ജോൺ ആൻഡ് മേരി ആർ റൈറ്റിംഗ് എ ബുക്ക്. 1. യുവർ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ഓർ ഇൻ ദ ഡ്രോയർ. Mohan is poor but honest. 4th one, she danced beautifully but not very energetically. Roy went to the beach but Irfan stayed at home. Okay, ഇതൊക്കെയാണ് വാക്യങ്ങൾ. The first sentence, two noun phrases are linked using an. ഒന്നാമത്തെ വാക്യത്തിൽ രണ്ട് noun ഫ്രേസുകളാണ് ആൻഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. The two prepositional phrases are linked using or in the second sentence. രണ്ട് പ്രിപ്പോഷണൽ ഫ്രേസുകളാണ് ഓർ എന്നുള്ള കണക്റ്റിംഗ് വേർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഷീ ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി ബട്ട് നോട്ട് വെരി എനർജറ്റിക്കലി അഡ്വർബിലായിട്ടും കാണാൻ പറ്റും. നാലാമത്തത്. അഞ്ചാമത്തേലോ റോയ് വെൻ ടു ദ ബീച്ച് ബട്ട് ഇർഫാൻ സ്റ്റേഡ് അറ്റ് ഹോം എന്നുള്ളതിൽ സെൻറ്റൻസ് പ്ലസ് സെൻറ്റൻസ് ആണ്. ഓക്കെ, എക്സാമിൻ ദ യൂസ് ഓഫ് ബട്ട് ഇൻ ദ ലാസ്റ്റ് 3 sentences. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നമ്മൾ കണ്ടെത്തി ഇൻ ദ ലാസ്റ്റ് 3 sentences ബട്ട് ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് കണക്ട്സ് ഐഡിയാസ് ദാറ്റ് ഡു നോട്ട് got together. Okay, അതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സി. നൗ കൺസ്ട്രക്ട് സെൻറ്റൻസസ് യൂസിങ് ആൻഡ് ബട്ട് ഓർ യൂസിങ് ദ പാറ്റേൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന അതേ മാതൃകയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഫസ്റ്റ് വൺ, നോൺ ഫ്രേസ് പ്ലസ് നോൺ ഫ്രേസ്. ഉദാഹരണമാണ് മൈ സൺ ആൻഡ് മൈ ഡോട്ടർ ലവ് ഫിലിംസ്. ദെൻ സെക്കൻഡ് വൺ, പ്രിപ്പോഷണൽ ഫ്രേസ് പ്ലസ് പ്രിപ്പോഷണൽ ഫ്രേസ്. റാം ക്യാൻ സിറ്റ് ഓൺ ദ ടേബിൾ ഓർ അണ്ടർ ഇറ്റ്. തേർഡ് വൺ, അഡ്ജക്റ്റീവ് പ്ലസ് അഡ്ജക്റ്റീവ്. Sonia is kind but superstitious. Next one, adverbial plus adverbial. Worked quickly and methodically. Last one, sentence plus sentence. I studied for the exams but he played outside. The next one, now read the passage given below and study the use of and, but, and, or. Convert the sentence into simple sentences. One is done for you. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിക്കുക, അതിൽ നിന്ന് ബട്ട് ഓർ അപ്പോൾ അവയെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റിയത് ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ബിനീത്ത് ഹെർ ഫീറ്റ്. അപ്പോൾ ഇവിടെ ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള വാക്യം. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ബിനീത്ത് ഹെർ ഫീറ്റ് എന്നതിൽ ഷീ കുഡ് സ്മെൽ ദ pine needles beneath her feet and feel the presence of her she could feel the presence of her grandson Mani. Okay, but she couldn't see the river or the trees. അപ്പോൾ അവിടെ വരുന്നത് she could not see the river or the trees എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്ന സിമ്പിൾ സെൻറ്റൻസ്. ഓക്കെ, and her grandson she could only make out his fuzzy hair. അവിടെ വരുന്നത് she could only make out fuzzy hair of her grandson. Okay, next one, and sometimes when he was very close, his blackberry eyes and the gleam of his teeth when he smiled. അപ്പോൾ അവിടെ ഒന്നാമത്തതാണ് when he was very close, she could make out his blackberry eyes. Last one, she could make out the gleam of his teeth when he smiled. Next one is read the passage given below and study the phrases given in bold. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ബോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. എന്താണത്? ബോത്ത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ വാച്ച് ടെലിവിഷൻ റെഗുലർലി. സോ ഡു ദെയർ 2 children. They enjoy cartoons
wildlife programs, but both parents think that the children watch too much TV. Both children watch television for over 4 hours a day. Neither child reads very much. If Mrs. John asks either of the children to turn off the television, an argument will result. Neither Mr. John nor his wife knows what to do about their behavior. They can either ask the children to watch television less often, or they can take away the television itself. This is the passage. അപ്പോൾ നമ്മുടെ അടിവരട്ട് അല്ലെങ്കിൽ ബോർഡ് ഇരിക്കുന്ന നമുക്ക് സെൻറ്റൻസ് കണ്ടു. ബോത്ത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ വാച്ച് ടെലിവിഷൻ റെഗുലർലി എന്നുള്ളതാണ് അവിടെ സെൻറ്റൻസ്. അവിടെ ബോർഡ് ഇരിക്കുന്നത് ബോത്ത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ഉള്ളതാണ്. ദേ ക്യാൻ ഐദർ ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ടെലിവിഷൻ ലെസ് ഓഫൺ, ഓർ ദേ ക്യാൻ ടേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ്സെൽഫ്. ഇവിടെ ഐദറാണ്. നൈദർ മിസ്റ്റർ ജോൺ നോർ ഹിസ് വൈഫ് നോസ് വാട്ട് ടു ഡു. ഇത്രയാണ് സെൻറ്റൻസുകൾ. നൗ സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ് ഇൻ ടു. രണ്ട് വാക്യങ്ങളായിട്ട് തിരിക്കുക. ഒരു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ വാച്ച് ടെലിവിഷൻ റെഗുലർലി എന്നതിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചിരിക്കുന്നത് എങ്ങനെ? മിസ്റ്റർ ജോൺ വാച്ചസ് ടെലിവിഷൻ റെഗുലർലി, മിസ്സിസ് ജോൺ വാച്ചസ് ടെലിവിഷൻ റെഗുലർലി. നെക്സ്റ്റ് വൺ, ദേ ക്യാൻ ഐദർ ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ടെലിവിഷൻ ലെസ് ഓഫൺ, ഓർ ദേ ക്യാൻ ടേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ്സെൽഫ് എന്ന് കൊടുത്തിരിക്കുന്നത്. ദേ ക്യാൻ ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ലെസ് ഓഫൺ, ദേ ക്യാൻ ടേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ്സെൽഫ്. ദെൻ മിസ്റ്റർ ജോൺ നോർ ഹിസ് വൈഫ് നോസ് വാട്ട് ടു ഡു. അപ്പോൾ അത് നമുക്ക് തിരിക്കാം. മിസ്റ്റർ ജോൺ ഡോണ്ട് നോ വാട്ട് ടു ഡു, Mrs. John don't know what to do. Neither nor, both and either or are used to connect two persons or things. Either or, neither nor, both ഇവയൊക്കെ രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. Then to look at the table given below, where the likes and dislikes of Ashok, Abram and Ashraf are given. അബ്രാമിൻ്റെയും അശോകിൻ്റെയൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. കണക്ട് ആൻഡ് കമ്പയർ ദം യൂസിങ് ആൻഡ്, ബട്ട്, നൈദർ നോർ, ഐദർ ഓർ ബോത്ത്. അപ്പോൾ ഐദർ ഓറോ ആൻഡോ ബട്ടോ നൈദർ നോറൊക്കെ ചേർത്തുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. അതാണ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് അശോക് ആൻഡ് അബ്രാം ലൈക്ക് സ്വിമ്മിങ്. നൈദർ അശോക് നോർ അബ്രാം ലൈക്സ് സൈക്ലിംഗ്. അപ്പോൾ അവിടെ സെൻറ്റൻസുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഈ നൈദർ നോറും അതുപോലെ തന്നെ ബോത്തും ആൻഡ് ചേർത്തുകൊണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഓരോ ആളുകളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇത്തരത്തിൽ ബോത്ത് ആൻഡ് അല്ലെങ്കിൽ നൈദർ നോറ് ബട്ട് ഒക്കെ ചേർത്തുകൊണ്ട് നൈദർ നോറൊക്കെ ചേർത്ത് എഴുതാം. അബ്രാം ലൈക്സ് ഫ്രൈഡ് റൈസ് ബട്ട് അഷ്റഫ് ഡിസ്ലൈക്സ് ഇറ്റ്. ദെൻ അശോക് ലൈക്സ് ബോത്ത് ഫുട്ബോൾ ആൻഡ് ബോക്സിംഗ്. അശോക് ലൈക്സ് സ്വിമ്മിങ് ആൻഡ് റെസ്ലിംഗ്. ബോത്ത് അഷ്റഫ് ആൻഡ് അശോക് ഡിസ്ലൈക്സ് ഗോബി മഞ്ചൂരിയൻ. അബ്രാം ലൈക്സ് boxing and swimming. Neither Abram nor Ashraf like fried rice. Or read the sentence from the narrative, the jungle air crash. I was so dizzy that after each step I had to rest. അവിടെ താഴെ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള പാഠഭാഗത്തിലെ ഒരു സെൻറ്റൻസ് ആണത്. ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ്. എനിക്ക് തലകറക്കമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും എനിക്ക് വിശ്രമം എടുക്കണമായിരുന്നു. ക്യാൻ യു ഗെസ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്? റൈറ്റ് യുവർ ഐഡിയാസ് ബിലോ. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ദാറ്റ് ഈസ്, ആൻസർ ഈസ്, ദ നരേറ്റർ ഹാഡ് ടു റെസ്റ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ബിക്കോസ് ഷീ വാസ് ടു ടയേർഡ് ഓർ അൺബാലൻസ്ഡ്. ഓക്കെ, ദ നരേറ്റർ വാസ് ഡിസി. വാട്ട് ഹാപ്പൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്? അവർക്ക് തലകറക്കമുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫലം എന്തായിരുന്നു? ഷീ ഹാഡ് ടു റെസ്റ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓക്കെ, ദാറ്റ് ഇസ് ദ റിസൾട്ട്. ഇഫ് വി സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് വി ഗെറ്റ്, നമ്മളതിനെ രണ്ടായി തിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഐ വാസ് വെരി ഡിസി ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ് എന്ന രൂപത്തിൽ രണ്ട് സെൻറ്റൻസുകൾ കിട്ടും. ദ നരേറ്റർ ഫെൽറ്റ് വെരി ഡിസി ആൻഡ് ആസ് എ റിസൾട്ട് ഷീ ഹാഡ് ടു റെസ്റ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. പിന്നെ നരേറ്റർ വളരെയധികം തലകറക്കം വരുന്നുണ്ട്, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവർക്ക് വിശ്രമിക്കണമായിരുന്നു. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ടു കമ്പൈൻ ദ ടു സെൻറ്റൻസസ്. രണ്ട് വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇവിടെ സോ ദാറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ മീനിങ് ദാറ്റ് വൺ ഈസ് ദ റിസൾട്ട് ഓഫ് ദ അതർ. അപ്പോൾ ഒന്ന് ഒരു കാരണവും മറ്റൊന്ന് അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിന് തലകറക്കം കാരണം അവർക്ക് ചുവടയ്ക്കുമ്പോഴും അവർക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോസ് ഓർ റിസൾട്ട്. ഐ വാസ് ഡിസി എന്നുള്ളതാണ് അതിന് കാരണം. റിസൾട്ട് എന്തായി? ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ് എന്നുള്ളതാണ്. ബി, നൗ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ എക്സാം വാസ് സോ ഡിഫിക്കൽട്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഫെയിൽഡ്. He was so weak that he had to be rushed to a hospital. The tea is so hot that we cannot drink it. He drove so fast that no one could overtake him. Write them in the table as shown below. ഇനി നമ്മൾ വാക്യങ്ങൾ വായിച്ചു.
ഇനി താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പ്രകാരം അതിനെ മാറ്റി എഴുതുക. കോസ് ഓർ റീസൺ, റിസൾട്ട്. ദ എക്സാം വാസ് ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് റീസൺ. അതിൻ്റെ റിസൾട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഫെയിൽഡ് എന്നാണ് ഒന്നാമത്തെ വാക്യത്തിൽ വരുന്നത്. രണ്ടാമത്തെ വാക്യം ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി ഹാഡ് ടു ബി റഷ്ഡ് ടു എ ഹോസ്പിറ്റൽ. അപ്പോൾ ആ വാക്യത്തിൽ റീസൺ എന്താണ്? ഹി വാസ് സോ വീക്ക് എന്നുള്ളതാണ്. എൻ്റെ റിസൾട്ടോ ഹി ഹാഡ് ടു ബി റഷ്ഡ് ടു എ ഹോസ്പിറ്റൽ എന്നാണ് എൻ്റെ റിസൾട്ട്. ദെൻ തേർഡ് സെൻറ്റൻസ് ദ ടീ ഈസ് സോ ഹോട്ട് ദാറ്റ് വി കനോട്ട് ഡ്രിങ്ക് ഇറ്റ്. ദ ടീ ഈസ് സോ ഹോട്ട് എന്നുള്ളതാണ് എന്ത്? അതിലെ കോസ്. എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വി കനോട്ട് ഡ്രിങ്ക് ഇറ്റ് ആണ്. ഹി ഡ്രോവ് സോ ഫാസ്റ്റ് ദാറ്റ് നോ വൺ കുഡ് ഓവർടേക്ക് ഹിം. ഇപ്പോൾ ഇവിടെ ഹി ഡ്രോവ് ഫാസ്റ്റ് ആണെന്ത്? എൻ്റെ റീസൺ. അതിൻ്റെ റിസൾട്ട് നോ വൺ കുഡ് ഓവർടേക്ക് ഹിം. സി. നൗ കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് സോ ദാറ്റ്. ഇനി സോ ദാറ്റ് ചേർത്തുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ചേർത്തെഴുതുക. The air was very turbulent. The plane started to move up and down. The jungles are quite attractive. You forget the dangers lurking in them. The men were extremely helpful. Julian's life was saved. Berman's painting was absolutely realistic. It saved Jones's life. ഇപ്പോൾ 4 സെൻറ്റൻസുകൾ വായിച്ചു. ഇപ്പോൾ ഈ 4 സെൻറ്റൻസുകൾ നമ്മൾ ചെയ്യേണ്ടത് സോ ദാറ്റ് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വെരി, ക്വയറ്റ്, എക്സ്ട്രീംലി, അബ്സലൂട്ട്ലി ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അവ മാറ്റി തലസ്ഥാനത്ത് സോ ചേർക്കുകയും ഫുൾ സ്റ്റോപ്പിന് ശേഷം ദാറ്റും ചേർക്കുക. ഇങ്ങനെയാണ് സോ ദാറ്റ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ എയർ വാസ് വെരി ടർബുലൻറ്റ്. ദ പ്ലെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഇവിടെ ദ എയർ വാസ് വെരി എന്നുള്ളത് ചേർക്കുക, സോ ചേർക്കുക. അപ്പോൾ സോ ടർബുലൻറ്റ് വരും. അതിന് ശേഷം ഫുൾ സ്റ്റോപ്പിന് ശേഷം ദാറ്റ് ദ പ്ലെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ വരും. ദെൻ ജംഗിൾസ് ആർ ക്വൈറ്റ് അട്രാക്റ്റീവ്. യു ഫോർഗെറ്റ് ദ ഡേഞ്ചേഴ്സ് ലർക്കിംഗ് ഇൻ ദം. അപ്പോൾ അവിടെ the jungles are so attractive that you forget the dangers lurking in them എന്ന് വരും. Then the men were extremely helpful. Julian's life was saved എന്നോർത്ത് the men were so helpful that Julian's life was saved എന്ന് വരും. Berman's painting was absolutely realistic. It saved Jones's life. അവിടെ absolutely എന്നോർത്ത് Berman's painting was so realistic that it saved Jones's life എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് സോ ദാറ്റ് ചേർത്ത് എഴുതേണ്ടത്. Then fifth one. Read the sentence from the narrative The Jungle Air Crash. Jungle Air Crash എന്നുള്ള പാഠഭാഗത്തിലെ ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തുള്ളത്. I was sitting in the third row of seats from the rear next to the window. Mother sat beside me and a man we didn't know on the aisle. What is the function of this word given in bold? Okay, the words in, from, next to, beside and on are prepositions. They are usually placed before pre, that is a noun or a noun phrase. അപ്പോൾ ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് ഇവയെല്ലാം പ്രിപ്പോഷൻസ് ആണ്. അപ്പോൾ അവയെല്ലാം പതിവായിട്ട് ഉപയോഗിക്കുന്നത് നൗണിൻ്റെയോ നോൺ ഫ്രേസിൻ്റെയോ ഒക്കെ മുമ്പിലാണ് സാധാരണയായിട്ട് ഈ പ്രിപ്പോഷൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. റീഡ് ദ ഫോളോയിങ് പാസേജ്. ഐ വാസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ആസ് ദ വെദർ വാസ് ടു ഹോട്ട്. I was dressed in white. The person who sat next to me was reading a book. I asked him where he lived. He replied that he was an actor and returning after a stage performance. Now let's analyze the first sentence. I was traveling by train. The preposition by in the sentence comes before a noun train. List the prepositions and write down the word classes that follow them. ഇപ്പോൾ ഒന്നാമത്തെ വാക്യം നമ്മൾ വിശകലനം ചെയ്തു. I was traveling by a train എന്നുള്ളതിൽ പ്രിപ്പോഷൻ ബൈ കണ്ടെത്തി, ഫോളോഡ് നാമം ട്രെയിനാണ്, വേർഡ് ക്ലാസ് നൗണാണ് എന്ന് കണ്ടു. എന്നതുപോലെ ബാക്കിയുള്ളവയും ഇതേപോലെ കണ്ടെത്തി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ആസ് ദ വെദർ വാസ് ടു ഹോട്ട് ഐ വാസ് ഡ്രസ്ഡ് ഇൻ വൈറ്റ്. അപ്പോൾ അവിടെ ഐ വാസ് ഡ്രസ്ഡ് ഇൻ വൈറ്റ് എന്നോർത്ത് ഇന്നാണ് എന്ത് പ്രിപ്പോഷൻ. അവിടെ ഫോളോ ചെയ്യുന്നത് വൈറ്റാണ്, അത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് യൂസ്ഡ് ആസ് എ നൗണാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ പേഴ്സൺ ഹു സാറ്റ് നെക്സ്റ്റ് ടു മീ വാസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ നെക്സ്റ്റ് ടു ആണ് എന്താ ഇതിലെ പ്രിപ്പോഷൻ, മീ ആണ് ഫോളോ ചെയ്യുന്നത്, അത് പ്രൊനൗൺ ആണ്. ഹി ആസ്ക്ഡ് ഹിം വേർ ഹി ലിവ്ഡ്. അപ്പോൾ അവിടെ ഇല്ല. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് ആൻ ആക്ടർ ആൻഡ് റിട്ടേണിംഗ് ആഫ്റ്റർ എ സ്റ്റേജ് പെർഫോമൻസ്. അവിടെ ആഫ്റ്റർ ആണ് പ്രിപ്പോഷൻ, ഫോളോഡ് ബൈ ചെയ്യുന്നത് എ സ്റ്റേജ് പെർഫോമൻസ് ആണ്, വേർഡ് ക്ലാസ് നൗൺ ഫ്രേസ് ആണ്. ലെറ്റ്സ് സം അപ്പ്. എ പ്രിപ്പോഷൻ ക്യാൻ കം ബിഫോർ എ നൗൺ ട്രെയിൻ, എ പ്രൊനൗൺ മീ, an adjective used as a noun white or a noun phrase a stage performance. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, നൗണ് ട്രെയിനിൻ്റെ മുമ്പിലും പ്രൊനൗൺ മീയുടെ മുമ്പിലും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നൗണായിട്ടുള്ള വൈറ്റിന് മുമ്പിലും നോൺ ഫ്രേസ് സ്റ്റേജ് പെർഫോമൻസ് ഇവിടേക്ക് മുമ്പിലാണ് നമ്മൾ പ്രിപ്പോഷൻ ഉപയോഗിച്ച് കണ്ടത്. ഓക്കെ, സി ശങ്കർ ഈസ് ഫ്രം കണ്ണൂർ. ലാസ്റ്റ് വീക്ക് ഹി വെൻറ്റ് ടു തിരുവനന്തപുരം. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് വിസിറ്റ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പാസേജിൽ വിട്ട ഭാഗത്ത് ഉചിതമായ
വാക്കുകൾ ചേർത്ത് എഴുതുക. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? എലോങ്, അക്രോസ്, ഫ്രം, ഓൺ ടു, ടു റൗണ്ട്, ഇൻ. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ. ശങ്കർ ട്രാവൽഡ് ഫ്രം കണ്ണൂർ ടു തിരുവനന്തപുരം. ഇപ്പോൾ ഫ്രം ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ ഡാഷ് ജനശതാബ്ദി ട്രെയിൻ, ഇൻ ജനശതാബ്ദി ട്രെയിൻ. ഓൺ ദ ഫസ്റ്റ് ഡേ ഹി ട്രാവൽഡ് ഡാഷ് തിരുവനന്തപുരം ഇൻ ഡബിൾ ഡെക്കർ ബസ്. ഓക്കെ, ഹി ട്രാവൽഡ് റൗണ്ട് തിരുവനന്തപുരം ഇൻ എ ഡബിൾ ഡെക്കർ ബസ്. Then he went to the Puttan street looking at the shops. After that he walked bridge along to the bridge see the Padmanabha Swami temple. In the evening he got to a speedboat at Veli. He turned dash Kannur next day. He turned to Kannur the next day. He read the description given below and draw a picture. താഴോത്തിരിക്കുന്ന വിവരണത്തിൽ നിന്ന് ചിത്രം വരയ്ക്കുക. Rima's family consists of her father, mother, 2 sisters and brother. റീമയുടെ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ, ഒരു അനിയനും. ടുഡേ ഈസ് റീമാസ് ബർത്ത്ഡേ. ഇന്നാണ് റീമയുടെ ബർത്ത്ഡേ, ജന്മദിനം. ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആർ സിറ്റിംഗ് അറ്റ് ദ ഡൈനിങ് ടേബിൾ. ഇപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ദർ ആർ എ വെറൈറ്റി ഓഫ് ഡിഷസ് ഓൺ ദ ടേബിൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ടേബിളിൽ. ദ റൂം ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് ഫെസ്റ്റൂൺസ്. തോരണങ്ങൾ കൊണ്ടും ബലൂൺ കൊണ്ടും അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. റീമാസ് മദർ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹെർ ഹസ്ബൻഡ്. ഭർത്താവിൻ്റെ നേരെ അഭിമുഖമായിട്ടാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അമ്മ ഇരിക്കുന്നത്. റീമ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ഹെർ മദർ. റീമ അമ്മയുടെ എതിർവശത്താണ് ഇരിക്കുന്നത്. ബ്രദർ അരുൺ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹിസ് മദർ. തൻ്റെ അമ്മയുടെ പിറകിലാണ് അരുൺ ഇരിക്കുന്നത്, ഒരു കേക്കും പിടിച്ച് നിൽക്കുന്നത്. വിത്ത് എ കേക്ക് ഇൻ ഹിസ് ഹാൻഡ്. ഇറ്റ് ഹാസ് എ ബിഗ് കാൻഡിൽ ഓൺ ഇറ്റ്. അപ്പോൾ അതിൽ വലിയൊരു മെഴുകുതിരി ഉണ്ടായിരുന്നു. ദർ ആർ എ ഫ്യൂ പ്രസൻസ് ബിസൈഡ് ദ ടേബിൾ. ചില സമ്മാനങ്ങളോട് കാണാൻ പറ്റുന്നുണ്ട്. ടേബിളിൽ കുറച്ച് സമ്മാനങ്ങൾ കാണുന്നുണ്ട്. രാധിക, റീമാസ് സിസ്റ്റർ, ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഡോർ ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. അവിടെ രാധിക, റീമയുടെ സിസ്റ്റർ, അതിൻ്റെ അടുത്ത് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ഈ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റൂം ഇൻ ദ പിക്ചർ യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അതിൽ ഉചിതമായ പ്രിപ്പോഷൻ ചേർത്തുകൊണ്ട് എഴുതുക. അപ്പോൾ നമ്മൾ വിവരണം കണ്ടു, വിവരണത്തിൽ നിന്നും ചിത്രം എഴുതാൻ പഠിച്ചു. ഇനി ചിത്രത്തിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വിവരണം എടുത്തെഴുതുക, വിവരണം എഴുതുക. Example, okay, the boy sitting in his room, it is clear that he is doing something with the help of his laptop. There are some books scattered on his table. Obviously he is learning something. Behind the boy there is a door. His shirt is hanging on the door. Beside the table there is a book. In front of the table there is a bag on the floor, and there is a flower pot is a green plant that also we can see, and left side of the table that also okay there. Fill in the blanks with suitable prepositions. താഴോത്തിരിക്കുന്ന വിട്ടുപോയ ഭാഗത്ത് ഉചിതമായ പ്രിപ്പോഷൻസ് ചേർത്ത് എഴുതുക. The wise man said, just walk this way to the down of the light. The wind will blow dash your face into your face. Here this voice dash deep inside, from deep inside. It is called dash your heart, call of your heart. Here I am dash in the land of the morning star, in the land of the morning star. Okay, next one, the in the eye dash the storm, in the eye of the storm. Seek the roses dash the way, along the way. Just beware dash the thorns, just beware of the thorns. Okay, next one, and reach out dash the spell for the spell. Find the door dash promised land, find the door to the promised land. Just believe dash yourself, just believe in yourself. Okay, let's edit. Read and edit the passage given below. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് തെറ്റുകൾ തിരുത്തി എഴുതുക. ജൂലിയൻ along her friends board lands of flight 508. ഇപ്പോൾ boards എന്നൊക്കെ. In the plane she saw two young men talking. Okay, they talked very loudly that they disturbing the other passengers. Neither the passengers nor the air hostess likes that behavior. The air hostess politely said, you would rather keep quiet and fasten your seat belt so that the plane can take off. That's all. Then 7th one, A, read the sentence from the narrative, the jungle air crash, and look at the words given in bold letters. താഴെ കൊടുത്തിരിക്കുന്ന
വാക്യങ്ങൾ വായിക്കുക. അതിൽ ബോർഡിൽ ഇരിക്കുന്ന വാക്യങ്ങൾ കാണാം. ഇറ്റ് വാസ് ദ 10th day ആസ് ഐ ലേറ്റർ റീകൺസ്ട്രക്റ്റഡ് ഇറ്റ് ആണ് ബോർഡിൽ ഇരിക്കുന്നത്. ഐ ന്യൂ ഇറ്റ് വാസ് സെൻസ്ലെസ് ബട്ട് ഐ യെൽഡ് ഹെല്ലോ ഹെൽപ്പ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അവിടെ സെൻസ്ലെസ് ആണ്. ലെറ്റ്സ് എക്സാമിൻ ദ വേർഡ്സ് ഗിവൺ ഇൻ ബോൾഡ്. സെൻസ്ലെസ്, റീകൺസ്ട്രക്റ്റഡ്. ദ വേർഡ് റീകൺസ്ട്രക്ട് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു റീ ആൻഡ് കൺസ്ട്രക്ട്. റീ പ്ലസ് കൺസ്ട്രക്റ്റ് ആണ് റീകൺസ്ട്രക്ട്. ക്യാൻ യു ഗെസ് ദ മീനിങ് ഓഫ് റീ? റീനർത്ഥം മീൻസ് എഗെയിൻ ആണ്, വീണ്ടും. റീ ഈസ് ആഡഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് കൺസ്ട്രക്ട് ടു ഫോം എ ന്യൂ വേർഡ്. റീ എന്നുള്ളത് കൺസ്ട്രക്റ്റിന് മുമ്പ് ചേർത്തുകൊണ്ട് പുതിയ വാക്ക് ഉണ്ടായിരിക്കുന്നു, അതായത് റീകൺസ്ട്രക്റ്റ് എന്ന രൂപത്തിൽ വന്നു. സച്ച് അഡീഷൻസ് ടു ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ് ആർ കോൾഡ് പ്രിഫിക്സ്. ഇങ്ങനെ ഇത്തരത്തിൽ മുൻപ് ചേർക്കുന്ന പദവിഭാഗങ്ങൾ പ്രിഫിക്സ് എന്ന് പറയും. ക്യാൻ യു ആഡ് എനി അതർ പ്രിഫിക്സ് ടു ദ വേർഡ് കൺസ്ട്രക്ട്? ഡീകൺസ്ട്രക്റ്റ് ആണ് വേറൊരു പ്രിഫിക്സ് ഉദാഹരണം. ഫൈൻഡ് അതർ വേർഡ്സ് ബിഗിനിങ് വിത്ത് റീ ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു ടു. ഇപ്പോൾ ഇതേപോലെ റീ വെച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ എഴുതുക. തുടക്കത്തിൽ റീ വരുന്നത്. എക്സാമ്പിൾ: റീബിൽറ്റ്, റീ പ്ലസ് ബിൽറ്റ്, റീബിൽറ്റ്. റീ കോൾ, റീ പ്ലസ് കോൾ, റീകോൾ. ദെൻ റീക്യാപ്ചർ, റീ പ്ലസ് ക്യാപ്ചർ, റീക്യാപ്ചർ. Then recast, re plus cast, recast. Recalculate, re plus calculate, recalculate. Okay, here is a list of prefixes. Refer to dictionary to find the meaning of each and write at least 2 words with each prefixes. അപ്പോൾ ഇവിടെ ഓരോ പ്രിഫിക്സിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ പരമാവധി 2 വാക്കുകൾ ഉണ്ടാക്കുക. എക്സാമ്പിൾ: ഇംപാഷ്യൻറ്റ്, ഇംപൊളൈറ്റ്, ഇംപോസിബിൾ തുടങ്ങിയവ. ദെൻ മോണോപ്പൊളി, മോണോലോഗ് തുടങ്ങിയവ. അൺഹാപ്പി, ദെൻ അൺഏബിൾ തുടങ്ങിയവ. ദെൻ ബൈലിംഗ്വൽ. ഓക്കെ, ഇത്തരത്തിൽ. ഇൻട്രോവർട്ട്, ഡീകൺസ്ട്രക്റ്റ്, എക്സ്ട്രോവർട്ട്, ഇൻഎഫിഷ്യൻറ്റ്. ദെൻ ആംബിഗ്യൂറ്റി, അംബീഷ്യസ്, ഇക്വാലൻറ്റ്, ഓവർടേക്ക്, ഓവർ സ്പീഡ്. ഇതൊക്കെ. ഈ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുക. Ravi has a keen sense of taste. John and Mary had a senseless argument. In the first sentence, sense is used to name one of Ravi's abilities to react to something. ഇന്ന് ചില കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണത്തെയാണ് ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നതെങ്കിൽ, സെൻസ്ലെസ് വിച്ച് മീൻസ് വിത്തൗട്ട് സെൻസ് ഓർ നോട്ട് ഹാവിങ് സെൻസ് ഡിസ്ക്രൈബ്സ് ആർഗ്യുമെൻറ്റ് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ്. സെൻസ്ലെസ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് വിത്തൗട്ട് സെൻസ്, ഒരു സെൻസുമില്ലാതെ എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, വാദത്തെ സൂചിപ്പിക്കുന്നു. സെൻസ് ഈസ് എ നൗൺ ആൻഡ് സെൻസ്ലെസ് ഈസ് എ ഡിസ്ക്രൈബിങ് ഓർ ആൻ അഡ്ജക്റ്റീവ്. സെൻസ് എന്നുള്ളത് നൗണും സെൻസ്ലെസ് എന്നുള്ളത് അഡ്ജക്റ്റീവുമാണ്, ഡിസ്ക്രൈബിങ് വേർഡുമാണ്. സം നൗൺസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു അഡ്ജക്റ്റീവ്സ് ബൈ ആഡിങ് ലെസ്. അവിടെ അഡ്ജക്റ്റീവായിട്ട് വരാറുണ്ട്. അപ്പോൾ അത്തരം വാക്കുകൾ എടുത്തെഴുതുക. ഓക്കെ, ലെസ്, അതായത് സെൻസ്ലെസ്സിൽ സെൻസ് പ്ലസ് ലെസ്, അങ്ങനെ ലെസ് ചേർത്തപ്പോൾ എന്തായി? അവിടെ അഡ്ജക്റ്റീവായി. Here, a root word sense is changed into a different word class by adding the suffix less. Now complete the table below, analyze and examine how one word class can be changed into another by using a suffix. ഇപ്പോൾ ഇത്തരത്തിൽ സെൻസ് എന്നുള്ള നമ്മൾ കണ്ടു, സെൻസ്ലെസ് ചേർത്തപ്പോൾ അഡ്ജക്റ്റീവായി. ഓക്കെ, അതുപോലെ താഴോത്തിരിക്കുന്ന തരത്തക്ക രീതിയിൽ അവയുടെ ന്യൂ വേർഡും അതിലിറങ്ങിയ വേർഡ് ക്ലാസ്സും റൂട്ട് വേർഡും എഴുതുക. എക്സാമ്പിൾ: റൂട്ട് വേർഡ്, സഫിക്സ്, ന്യൂ വേർഡ്, വേർഡ് ക്ലാസ്. ഇപ്പോൾ വർക്ക്, അവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്, വർക്കർ എന്ന് വരും. PR ആണ് എന്ത്? അവിടെ സഫിക്സ്. ന്യൂ വേർഡ് വർക്കറാണ്, വേർഡ് ക്ലാസ് നൗണാണ്. ദെൻ സെൻസ്, സഫിക്സ് ലെസ്, സെൻസ്ലെസ് ന്യൂ വേർഡ് വന്നു, അത് അഡ്ജക്റ്റീവാണ്. ലൈക്ക് പ്ലസ് ഏബിൾ, ലൈക്കബിൾ വന്നു, ന്യൂ വേർഡ്, അത് അഡ്ജക്റ്റീവാണ്. ദെൻ ചൈൽഡ് പ്ലസ് ISH, ചൈൽഡിഷ് വന്നു, അഡ്ജക്റ്റീവാണ്. ഐഡൽ, IZE, അത് ഐഡലൈസ് എന്നുള്ളത് വെർബാണ്. Okay, the addition of a suffix often changes a word from one word class to another. In the table above, the verb work becomes a noun by adding er. The verb likes become adjective likable. The noun ideal becomes the verb idealize and the noun child becomes the adjective childish. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ചേർത്തപ്പോൾ വർക്കർ എന്നുള്ളതായി. ഓക്കെ, അതുപോലെ തന്നെ അത് അഡ്ജക്റ്റീവ് ലൈക്കുള്ള ലൈക്കബിൾ എന്നായി, അഡ്ജക്റ്റീവായി. നൗണ് ഐഡിയ എന്നുള്ളത് പിന്നീട് വെർബ് ഐഡലൈസ് ആയി. ചൈൽഡിഷ് എന്നുള്ളത് അഡ്ജക്റ്റീവായി. Complete the table by adding suitable prefixes and suffixes to the root word. Examine the changes in the word class by referring to a good dictionary. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പരിശോധിച്ചിട്ട് സഫിക്സും അതുപോലെ സഫിക്സും പ്രിഫിക്സും ഒക്കെ വിശദമായ രൂപത്തിൽ ചേർത്തെഴുതുക. 3 columns: prefix, root word, suffix. Then root word happy, then prefix that is unhappy, then suffix happiness, ness,
Then root word work, that is unwork, that is prefix. Then suffix workable. Okay. Then root word grace, that is prefix is disgrace. Then suffix is graceful. Earth, unearth, then earthly, ly. Then advantage, disadvantage, advantages. Okay, advantages. Then agree, disagree, then agreement. Okay. Fifth one, read the sentence given below from the narrative The Jungle Air Crash and look at the words given in bold letters. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ജംഗിൾ എയർ ക്രാഷ് എന്നുള്ളതാണ്. എന്താണ് വാക്കുകൾ? ഇതാണ്: ഡാഡി ആൻ എക്കോളജിസ്റ്റ് ആൻഡ് മദർ ആൻ ഓർണിത്തോളജിസ്റ്റ് ഹെൽഡ് പ്രൊഫസർഷിപ്സ് അറ്റ് സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി ഇൻ ലിമ. ലിമയിലെ സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിൽ അമ്മ പക്ഷിശാസ്ത്രജ്ഞയും ഓർണിത്തോളജിസ്റ്റും അച്ഛൻ എക്കോളജിസ്റ്റാണ്, അല്ലെങ്കിൽ പരിസ്ഥിതിവാദിയുമാണ്. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ വേർ ദേ ക്യാരിഡ് ഔട്ട് സെർച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഈ പര്യവേക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം സമയം കാട്ടിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് അനലൈസ് ദ വേർഡ്സ്. ഇപ്പോൾ 2 വാക്കുകൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഓർണിത്ത്, ഓർണിത്തോ മീൻസ് ബേർഡ്. ഓർണിത്ത് അല്ലെങ്കിൽ ഓർണിത്തോ എന്നാൽ പക്ഷിനാഥം. ഓളജി എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, പഠനശാഖയാണ്. ഇസ്റ്റ് മീൻസ് ഡിനോട്ട്സ് എ പേഴ്സൺ. ഇസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിലീവ്സ് ഓർ പ്രാക്ടീസസ് സംതിങ്. ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യുകയോ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്ന ആളാണ് ഇസ്റ്റ് എന്ന് പറയാം. സോ ആൻ ഓർണിത്തോളജിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ബേർഡ്സ്. പക്ഷിശാസ്ത്രജ്ഞനാണ് ഏത് ഓർണിത്തോളജിസ്റ്റ് എന്നുള്ളത്. ദ വേർഡ് എക്കോ മീൻസ് കണക്റ്റഡ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. എക്കോ എന്നുള്ളത് അർത്ഥമാക്കുന്നത് എൻവയോൺമെൻറ്റുമായിട്ടാണ്. ഇപ്പോൾ എന്തായിരിക്കും എൻ്റെ അർത്ഥം? എക്കോളജിസ്റ്റാണ്. ഓക്കെ, ദ മീനിങ് ഓഫ് ദ വേർഡ് എക്കോളജിസ്റ്റ്. ബി, now read the following words and try to find their meanings from a good dictionary. Anthropologist means study of human being. Then entomologist deals with insects. Psychologist, human mind. Dermatologist, skin disease. Then neurologist, nervous system. Graphologist, handwriting. Cardiologist, heart disorder. Ophthalmologist, then eyes disorder. Biologist, evolution of life. That's all. Then see, fill in the blanks using the hints given. താഴെ കൊടുത്തിരിക്കുന്ന സൂചന ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കുക. Ravi has a special interest in insects and he engaged in an in-depth study of the different varieties of insects. He is an dash. Insects എന്നാൽ ചെറുപ്രാണികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി താല്പര്യമുണ്ട് രവിക്ക്. അപ്പോൾ അദ്ദേഹം ആരാണ്? എൻറ്റമോളജിസ്റ്റ്. ഓക്കെ, എൻറ്റമോളജിസ്റ്റ്. ജോൺ ട്രീറ്റ്സ് ഹർ ഡിസോർഡേഴ്സ്. ഹി ഈസ് എ ഡാഷ്. ജോണ് ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഡിസോർഡർ അതുമായി ബന്ധപ്പെട്ട് കാർഡിയോളജിസ്റ്റാണ്. ഹി ഈസ് എ കാർഡിയോളജിസ്റ്റ്. ശ്രുതി ഈസ് എൻഗേജ്ഡ് ഇൻ റിസർച്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ റേസ്. ശ്രുതി മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ്. അപ്പോൾ അവരെന്തായിരിക്കും? ഷീ ഈസ് ആൻ ഡാഷ്, ആന്ത്രപ്പോളജിസ്റ്റ്. മേരി ടേക്സ് കെയർ ഓഫ് ഡിസീസ് ഓഫ് ദ ഐ. ഷീ സംടൈംസ് പെർഫോംസ് സർജറീസ്. മേരി ഈസ് ആൻ ഡാഷ്, കണ്ണുമായി ബന്ധപ്പെട്ടതാണ്, ഒഫ്താൽമോളജിസ്റ്റാണ്. ഓക്കെ. People with skin diseases flock to Dr. Varun's clinic. He is a dash, dermatologist. Rohan is an expert in the mysteries of human mind. He is a dash. He is a psychologist. Rahul specializes in diseases related to the nervous system and the brain. He is a dash. Okay, he is a neurologist. 8.1. Anil analyzed the handwriting of the people to determine their character or aptitudes. He is often consulted to verify the authenticity of signatures. He is a dash, that is graphologist. From a one-celled amoeba to the highly complex human being, Dilip always wants to know more about them. So he became a dash, that is biologist. Activity 9. A. Read the following sentence from the Jungle Air Crash and look at the word given in bold. താഴെ കൊടുത്തിരിക്കുന്ന ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള പാഠഭാഗത്തിലെ സെൻറ്റൻസുകൾ നോക്കുക. Everything seemed quite normal. The takeoff, the climb over the snow, covered ants, breakfast, the smiling stewardesses. Stewardesses is a lady who serves passengers on ship or an aircraft. കപ്പലിലോ വിമാനത്തിലോ സേവകയാണ്, പരിചാരികയാണ് സ്റ്റെവാർഡസ് എന്നുള്ളത്. The next one, who am I? ഞാൻ ആരാണ്? I work in a museum. ഞാൻ മ്യൂസിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത്. My job is write dictionaries. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഡിക്ഷണറി എഴുതുക എന്നുള്ളതാണ്. ഐ ഏൺ ലിവിങ് ബൈ മെൻഡിങ് ഷൂസ്. ഷൂസ് ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഐ വർക്ക് വിത്ത് മാപ്സ്. മാപ്പ് നിർമ്മിക്കാൻ എൻ്റെ ജോലി. എക്സാമിൻ ആൻഡ് കട്ട് പ്രഷ്യസ് സ്റ്റോൺസ്.
വിലപിടിപ്പുള്ള കല്ലുകൾ മുറിക്കുകയും പരിശോധിക്കുകയുമാണ് എൻ്റെ ജോലി. ഐ ഡീൽ വിത്ത് ഫ്ലവേഴ്സ്. പൂക്കളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എൻ്റെ ജോലി. ഐ സ്പെൻഡ് മൈ ടൈം വിത്ത് ബുക്സ്. ഞാൻ ബുക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഐ വർക്ക് ഫോർ എ സർക്കസ്. സർക്കസിന് വേണ്ടി ജോലി ചെയ്യുന്നു. അൺസ്ക്രാമ്പിൾ ദ വേർഡ്സ് ടു ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് ദ പ്രൊഫഷൻ. ഇപ്പോൾ ഇവിടെ പ്രൊഫഷൻ നമ്മൾ കുറച്ചത് തിരിച്ചറിഞ്ഞു. വർക്ക് ഇൻ എ മ്യൂസിയം. ഓക്കെ, ഇപ്പോൾ മ്യൂസിയത്തിൽ ജോലി ചെയ്യും ക്യൂറേറ്റർ എന്ന് പറയും. അതുപോലെ ഡിക്ഷണറി എഴുതുന്ന ആളെ നമ്മളെന്ത് പറയും? ലെക്സിക്കോഗ്രാഫർ എന്നാണ് പറയുക. ഷൂസ് നിർമ്മിക്കുന്ന ആളെന്താ നമ്മൾ കോബ്ലർ എന്ന് പറയും. മാപ്പ് നിർമ്മിക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് പറയും. വിലപിടിപ്പുള്ള കല്ലുകൾ മറ്റൊക്കെ പരിശോധിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഓക്കെ, എന്ത് പറയും? തീർച്ചയായിട്ടും ലാപ്പിഡറി എന്ന് പറയും. പൂക്കളുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ആളെ ഫ്ലോറിസ്റ്റ് എന്ന് പറയും. ബുക്കിൽ ജോലി ചെയ്യുന്ന ആളെ ലൈബ്രറി എന്ന് പറയും. സർക്കസിൽ ജോലി ചെയ്യുന്ന അക്രോബാറ്റുമാണ്. Then Bobo, please don't bottle up your emotions. It will make you tense or angry. Oh never. How can you store my emotion in a bottle? അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഇമോഷൻ വികാരം ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഡിയർ ബോബോ, ഇവിടെ ബോട്ടിൽ അപ്പ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് സപ്രസ് സംതിങ്, ചില കാര്യങ്ങൾ അടിച്ചമർത്തുക എന്നാണ് ഇവിടെ ബോട്ടിൽ അപ്പ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിത്ത് ദിസ് ആക്ടിവിറ്റീസ് ദ ടോപ്പിക് the last leaf is over. Okay, the coming day we can discuss new topic. Still wait. Have a nice day. Thank you.